ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ ഏതാണ്ട് 35 ഗ്രാമോളം സിൽവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ നിരത്തിലിറങ്ങുന്നത് കൂടുകയാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ 2030 വരുമ്പോഴത്തേനും 45 മില്യൺ അല്ലെ 50 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾ നിരത്തിലിറങ്ങിയേക്കാം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 35 ഗ്രാം വെച്ച് നമ്മൾ ഇതൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്രമാത്രം സിൽവറിന് ഉപയോഗം വരും എന്നുള്ളത് നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും. 98-ലും ഗോൾഡ് സിൽവറിൻ്റെ പ്രൈസ് ആ ഒരു റേഞ്ചിലായിരുന്നു നിന്നിരുന്നത്. ആ റേഞ്ചിലേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. മൾട്ടി ഡെക്കേഡ് ഹൈ എന്നൊക്കെ പറയുമ്പോഴും ഈ 40 വർഷത്തിൻ്റെ ശേഷം വീണ്ടും സിൽവർ ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 വർഷം മുമ്പ് സിൽവർ വാങ്ങിയ ഒരാൾ ഇപ്പോഴും ബ്രേക്ക് വൺ പോയിന്റിലേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു ഫാക്ടറും കൂടെ അവിടെയുണ്ട്. അപ്പോൾ അത്രത്തോളം ഗോൾഡ് ഒരു സ്റ്റഡി മൂവ്മെൻറ്റ്സ് കാണിക്കുമ്പോഴും പലപ്പോഴും വോളൈറ്റലായിട്ട് മൂവ് ചെയ്യുന്നൊരു അസറ്റ് ക്ലാസ്സാണ് സിൽവർ. നമസ്കാരം, എല്ലാവർക്കും പെൻഡാറ്റ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ സിൽവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ഒരു നല്ല രീതിയിൽ നമുക്കൊരു എൻക്വയറി വരുന്നുണ്ട്. കുറേയധികം ആൾക്കാർ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. സിൽവറിന് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ഇതിൽ നോക്കിയാൽ ഗോൾഡിനേക്കാൾ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് കൂടുതൽ മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സിൽവറിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നത്? സിൽവർ എല്ലാവരും ഇങ്ങനെ കൺസിഡർ ചെയ്യാനും, ജ്വല്ലേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലായിക്കോട്ടെ, ഗോൾഡ് ഫണ്ട് പോലെ തന്നെ സിൽവർ ഫണ്ടിലോ അല്ലെങ്കിൽ ETF ത്രൂ സിൽവർ മേടിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അത് കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സിൽവറിന് ഈ ഒരു ഇമ്പോർട്ടൻസ് പെട്ടെന്ന് വന്നത്? ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് മഞ്ചേഷും വിനോദുമാണ്. അപ്പോൾ നമുക്ക് ഇവരോട് ഇതിനെപ്പറ്റി അവരുടെ ഒരു വ്യൂ എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. മഞ്ചേഷ്, എന്തുകൊണ്ടാണ് സിൽവർ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നിരിക്കുന്നത്? ഇപ്പോൾ സ്വർണത്തിനോടൊപ്പം തന്നെ സിൽവറും ഒരുപക്ഷെ സ്വർണത്തിനെ അപ്പുറം റിട്ടേൺ സിൽവറിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 90% റിട്ടേൺ ആണ് സിൽവർ ഈ കുറഞ്ഞ കാലയളവിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സിൽവറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഇങ്ങനെ ഈ $50 സിൽവർ എത്തിയിട്ടുണ്ട്. 1980-കളിലൊക്കെ സിൽവർ ഇതേ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഇപ്പോൾ കാണുന്ന ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ സിൽവർ കൂടുതൽ ഉയരത്തിലേക്ക് പോകാം എന്നാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ പ്രൈസ് അനലൈസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഇതിന് മുകളിലേക്ക് പോകാം. അതിൻ്റെ പിന്നിൽ ചില ഫണ്ടമെൻ്റൽ റീസൺ ഉണ്ട്. ഒന്ന്, സിൽവർ ഇപ്പോൾ അന്ന് 1980 ഉപയോഗിച്ചതിനെക്കാട്ടിലും വളരെയധികം കൂടുതൽ ഇപ്പം ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഗോൾഡ് മൈൻ എടുക്കുന്ന പോലെ, ഇപ്പോൾ ഗോൾഡാണ് പർട്ടിക്കുലർ ഒരു മൈനിൽ നിന്ന് തന്നെ നമ്മൾ ഗോൾഡ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ സിൽവറിനെ സംബന്ധിച്ച് അങ്ങനല്ല. സിൽവറിനെ സംബന്ധിച്ച് മറ്റ് ലോഹങ്ങൾ ഖനനം ചെയ്യുന്നതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായിട്ടാണ് സിൽവർ കൂടുതൽ വരുന്നത്. നമ്മൾ ഇത് ഇക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കോപ്പറും അലുമിനിയവും എല്ലാം ഇതുപോലെ കയറുന്നുണ്ട്. എന്നാൽ ഈ പുതിയ മൈനിങ് സംഭവങ്ങളൊന്നും അധികം കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനമായിട്ട് ഈ അടുത്തിടയ്ക്ക് വന്നേക്കുന്ന കാര്യം ഒന്ന്, ഈ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, പിന്നെ സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്നത്, പിന്നെ ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ മൊബൈൽ പോലത്തെ ഗാഡ്ജറ്റുകളിൽ ഉപയോഗിക്കുന്നത്, പിന്നെ ഈ ചിപ്പുകളിൽ ഒക്കെ ഈ സിൽവറിൻ്റെ വളരെയധികമുള്ള ഉപയോഗമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ ഏതാണ്ട് 35 ഗ്രാമോളം സിൽവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ നിരത്തിലിറങ്ങുന്നത് കൂടുകയാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ 2030 വരുമ്പോഴത്തേനും 45 മില്യൺ അല്ലെ 50 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾ നിരത്തിലിറങ്ങിയേക്കാം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 35 ഗ്രാം വെച്ച് നമ്മൾ ഇതൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്രമാത്രം സിൽവറിന് ഉപയോഗം വരും എന്നുള്ളത് നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, ഈ ഇലക്ട്രിസിറ്റി വളരെ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റുന്ന അതാണ് ഇതിനെ ഏറ്റവും ഒരു സ്പെഷ്യൽ ആക്കുന്നത്. ഗോൾഡ് ആണെങ്കിൽ പലപ്പോഴും അതിനോട് പ്രതികരിക്കാറില്ലാത്ത ഒരു ലോഹമാണ്. പക്ഷേ സിൽവറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരു ലോഹമാണ്. അപ്പോൾ അത്തരത്തിൽ ഇത് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വളരെ കാര്യമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു റീസണാണ് ഇപ്പോൾ. അന്നത്തെ ഫണ്ടമെൻ്റലും ഇന്നത്തെ ഫണ്ടമെൻ്റൽസും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് ഇത്രയും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല, ഇന്നിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് തന്നെ ഒരു മൈനല്ല, മറ്റുള്ള മൈനുകളുടെ ബൈ പ്രോഡക്റ്റുകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ സെനാരിയോ എല്ലാം വന്നതും ഇത് കൂടാതെ തന്നെ ആഭരണങ്ങളുടെ ഒരു വളർച്ച, ഏതാണ്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരു 3% ഒരു പണ്ടൊക്കെ ആഭരണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഒരു 90% കൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അതായത് ഗോൾഡ് മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ ഒരു വലിയൊരു വർധനവ്, അതായത് സിൽവർ ആഭരണങ്ങളിലേക്ക് ആൾക്കാർ കുറച്ചുകൂടെ താല്പര്യം കാണിക്കുന്നത് ഇതിനൊരു ഇത്തരത്തിൽ കൂടാനുള്ള ഒരു കാരണമാണ്. പിന്നെ മറ്റൊന്ന്, ETF മേടിക്കുന്നത്. ഇപ്പോൾ സിൽവർ ബീസ് നമുക്കറിയാം, ഒരു 60-50കളിൽ കിടന്ന സിൽവർ ബീസാണ് ഇപ്പോൾ 140-150 ലെവലിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബൈങ്. പിന്നെ ഇത് കൂടാതെ റഷ്യ നല്ല രീതിയിൽ ഒരു റിസർവ് എന്നുള്ള രീതിയിൽ സിൽവർ വാങ്ങി കൂട്ടുന്നുണ്ട്. ഇപ്പോൾ റഷ്യ വാങ്ങുന്നുണ്ടെങ്കിൽ ഗോൾഡ് വാങ്ങി കൂട്ടുന്ന പോലെ തന്നെ
ഇത്തരം രാജ്യങ്ങൾ വീണ്ടും ഇതുപോലെ സിൽവർ ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഗോൾഡിൻ്റെ കാര്യത്തിൽ എക്സ്ട്രാ പ്രൊഡക്ഷനൊന്നും കൂടുന്നില്ല, പക്ഷേ ആവശ്യങ്ങൾ കൂടുതൽ വരുന്നു, ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് സിൽവറിനെ വീണ്ടും ഈ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് വേണേൽ ഒരുപക്ഷെ നമുക്ക് പറയാം. ഇത് ഗോൾഡിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെയാണ് സിൽവറൊക്കെ കുറേ വർഷങ്ങളൊന്നും റിട്ടേൺ കൊടുക്കാതെ നടന്ന ഒരു ലോഹമാണ്. അത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മളെല്ലാവരും ലൈം ലൈറ്റിൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ആൾക്കാർ കൂടുതൽ മേടിക്കുകയും ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ബൈ ഈ സിൽവറിലുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗോൾഡിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗോൾഡും സിൽവറും ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ വാങ്ങുന്നതാണ് നല്ലത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ആ ഒരു മൾട്ടി ഡെക്കേഡ് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ ഇതിൻ്റെ സാങ്കേതിക ഭാഷയെ പറയാം. അതിന് മേളിൽ പോയാൽ കുറച്ചുകൂടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. എങ്കിൽ പോലും ഈ ഒന്ന് കൂളാവുമ്പോൾ വാങ്ങുന്നതാണ്, സിൽവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. വിനോദ്, അതുപോലെ ഇപ്പോൾ സിൽവർ മുമ്പത്തെ അപേക്ഷിച്ച് പണ്ട് സ്വർണ്ണത്തിലായിരുന്നു അസറ്റ് ക്ലാസ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്തിരുന്നത്. സിൽവർ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മളുടെ ഇതിൽ തന്നെ കുറേയധികം ക്ലയൻസ് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ അത് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ട്. എസ്പെഷ്യലി ഗോൾഡിനേക്കാൾ ഒരു അപ്രീസിയേഷൻ ഇത് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലേക്ക് ഇനി സിൽവർ മുന്നോട്ടുള്ളത് എന്താണ് വിനോദിൻ്റെ അഭിപ്രായം? ഇത് കുറച്ചുകൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് സ്ഥലത്തേക്ക് ആളുകൾ മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾഡിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ട് സിൽവർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് എലമെൻ്റ് കൂടെ സിൽവറിൽ കാണുന്നുണ്ട്, ഗോൾഡിനേക്കാൾ കൂടുതൽ സിൽവറിൽ കാണുന്നുണ്ട്. കാരണം 98 മഞ്ജേഷ് പറഞ്ഞ പോലെ 98 സിൽവറിൻ്റെ പ്രൈസ് ആ ഒരു റേഞ്ചിലായിരുന്നു നിന്നിരുന്നത്. ആ റേഞ്ചിലേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. മൾട്ടി ഡെക്കേഡ് ഹൈ എന്നൊക്കെ പറയുമ്പോഴും ഈ 40 വർഷത്തിൻ്റെ ശേഷം വീണ്ടും സിൽവർ ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 വർഷം മുമ്പ് സിൽവർ വാങ്ങിയ ഒരാൾ ഇപ്പോഴും ബ്രേക്ക് വൺ പോയിന്റിലേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു ഫാക്ടറും കൂടെ അവിടെയുണ്ട്. അപ്പോൾ അത്രത്തോളം ഗോൾഡ് ഒരു സ്റ്റഡി മൂവ്മെൻറ്റ്സ് കാണിക്കുമ്പോഴും പലപ്പോഴും വോളൈറ്റലായിട്ട് മൂവ് ചെയ്യുന്നൊരു അസറ്റ് ക്ലാസ്സാണ് സിൽവർ. അപ്പോൾ ആ ഒരു റിസ്ക് എലമെൻറ്റ് സിൽവർ ETF-കളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ പ്രീമിയം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹയർ ഡിമാൻഡ് വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് മഞ്ജേഷ് പറഞ്ഞു, നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ സോളാർ ഡിവൈസസ് ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾസ് ആയാലും ഇതിൻ്റെ ഡിമാൻഡ് ഒരു ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വളരെ ഹ്യൂജാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡും നിലനിൽക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ ബാങ്ക്സും ഇപ്പോൾ സിൽവറിലേക്കും അലോക്കേഷൻസ് വന്നിരിക്കുന്ന ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഹയർ ഡിമാൻഡ് നിലനിൽക്കെ തന്നെ ഒരു റിസ്ക് എലമെൻറ്റും കൂടെ സിൽവർ ബേസിലുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഗോൾഡിനൊരു സപ്ലൈ ക്രൈസിസ് ഉള്ളതുപോലെ തന്നെ സിൽവറിൽ അത് വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡിനേക്കാൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സും കൂടെ നിൽക്കുന്നുണ്ട്. ഈ മൈനിങ്ങിൻ്റെ ബൈ പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടൊക്കെയാണ് സിൽവർ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കോഷ്യസ് ആയിട്ട് സിൽവർ ബേസിലൊക്കെ മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു SIP മോഡിലൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഗോൾഡിനേക്കാൾ ഒരു ഇപ്പോഴത്തെ ഒരു ഫാൻസി സിൽവർ കൊടുക്കേണ്ടതുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഗോൾഡ് എപ്പോഴും ഒരു സ്റ്റഡി പെർഫോമൻസ് കാണിക്കുമ്പോൾ ഗോൾഡിലേക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ബാലൻസിങ് ആയിട്ട് നമുക്ക് സിൽവറിലേക്ക് ഒരു പ്രൊപ്പോർഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പല എൻക്വയറീസ് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വറീഡ് ആവുന്നുണ്ട്. കാരണം ആളുകൾ കൂടുതൽ സിൽവർ വാങ്ങിക്കൂട്ടാം എന്നുള്ളൊരു രീതിയിലേക്ക് സിൽവർ കയറും എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കയറുന്നുണ്ട്. പക്ഷേ കറക്ഷൻ വരുമ്പോഴും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗോൾഡിനേക്കാൾ കുറേ കൂടെ ഹ്യൂജ് ആയിട്ടുള്ളൊരു കറക്ഷൻ ചിലപ്പോൾ സിൽവറിന് വരാനുള്ള വോളറ്റിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ അത് മറ്റ് അസറ്റ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ സിൽവറിലേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിലില്ല. അപ്പോൾ മെയിൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഗോൾഡിലും ഗോൾഡിലെ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂയോടൊപ്പം തന്നെ ഒരു ബാലൻസിങ് ആയിട്ട് സിൽവറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക. ഹ്യൂജായിട്ട് ചാടിക്കയറി വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കോഷ്യസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കേണ്ട ഒരു കാര്യം. അല്ല, ജ്വല്ലേഴ്സ് സിൽവറിലും ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. നമുക്ക് സിൽവേഴ്സിലും ഹെഡ്ജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജ്വല്ലറികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും MCXൽ ഫ്യൂച്ചേഴ്സിലും ഒക്കെ നമുക്ക് സിൽവർ ഹെഡ്ജ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ സിൽവറിന് ഗോൾഡിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിൽ നോക്കിയാൽ നല്ലൊരു അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് ഇത് ഈ രീതിയിൽ തന്നെ ഒരു റിട്ടേൺ ജനറേറ്റ് ആകുമെന്ന് നമുക്ക് ആർക്കും ഒരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ സിൽവറിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അസറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ആവശ്യകത വരുമ്പോൾ എന്ത് വന്നാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു ഡിസിപ്ലിനോട് കൂടി ഒരു SIP മെത്തേഡുകളോ കാര്യങ്ങളോ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കുറേ കൂടി മാറ്റിയെടുക്കാം. പിന്നെ ഒരു ഓർണമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുണ്ടെങ്കിൽ അത് സിൽവർ ബേസ് അല്ലെങ്കിൽ
ഗോൾഡ് ഫണ്ടൊക്കെ പോലെ തന്നെ സിൽവർ ഫണ്ടുകളുണ്ട്. ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്ത് എടുക്കുന്നതും നല്ലതായിരിക്കും. താങ്ക് യു.